മന്ത്രി വീണ ജോർജിന് പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ കേസിൽ KSU നേതാക്കൾക്ക് ജാമ്യമില്ല. കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. നിഖിൽ അളവൂർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നിഖിലെ എന്തൊക്കെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്? ഇന്നലെ വിശദമായ വാദം തന്നെ ഈ ജാമ്യ ഹർജിമേൽ കോടതിയിൽ നടന്നിരുന്നു. അത് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒറ്റ വാക്കിൽ ഈ പ്രതികൾക്ക് ജാമ്യം ഇല്ല എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. ഈ മാസം 5, 6 തീയതികളിൽ പ്രതികളെ കസ്റ്റഡിയിൽ വേണം എന്നതായിരുന്നു ആവശ്യം. ഈ കസ്റ്റഡി അപേക്ഷയുടെ ഭാഗമായി 5-ാം തീയതി പ്രതികളെ കോടതിയിൽ ഹാജരാക്കണം എന്നുകൂടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ പ്രധാനമായും പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ ഉയർത്തിയ വാദം എന്ന് പറയുന്നത് ഏതോ ആയുധം ഉപയോഗിച്ച് ഈ പ്രതികൾ മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു. ഏതോ ഒരു ആയുധം ഉപയോഗിച്ചിട്ടുണ്ടാവാം. ആ ആയുധം കരിങ്കൊടിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നു എന്ന് സംശയിക്കുന്നു. ആ ആയുധം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു തുടങ്ങിയവയായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദം. മാത്രമല്ല, ഈ പ്രതിഷേധത്തിനിടെയാണ് മന്ത്രിക്ക് പരിക്കേറ്റത് എന്ന കാര്യം പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞത് ഒരായുധവും അത്തരത്തിൽ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ ആയുധമൊന്നുമില്ലാതെയാണ് ഈ പ്രതികൾ ഒരു കരിങ്കൊടി പ്രതിഷേധം എന്ന നിലയിൽ മാത്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വാദം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴേതായാലും ഈ പ്രതികൾക്ക് ജാമ്യമില്ല എന്ന് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കേസിൽ ഒപ്പം തന്നെ ഈ പോലീസ് നൽകിയിരിക്കുന്ന കസ്റ്റഡി അപേക്ഷ 5-6 ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വേണമെന്നതാണ് പോലീസിന്റെ അപേക്ഷ. ഈ അപേക്ഷ പരിഗണിച്ച കോടതി 5-ാം തീയതി പ്രതികളെ കോടതിയിൽ ഹാജരാക്കണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നിഖിലെ, അതായത് പ്രതിപക്ഷ നേതാക്കളും KSU നേതാക്കളും അടക്കം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് മന്ത്രിയെ നേരിട്ട് ആക്രമിക്കാനുള്ള ഉദ്ദേശമല്ലായിരുന്നു. ആ നിലയ്ക്കല്ല, അവിടെ അടുത്തുപോലും മന്ത്രിയുടെ എത്താൻ സാധിച്ചില്ല, മറ്റുള്ളതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള നാടകമാണ് എന്നുള്ളതൊക്കെയായിരുന്നു ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടത്ര ഗൗരവമുണ്ടെന്ന് കോടതി കൂടി വിലയിരുത്തുമ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളുന്നതിനെ ആ നിലയ്ക്ക് കൂടി എങ്ങനെ കാണണം? കോടതി ഇക്കാര്യത്തിൽ ഏതായാലും ഈ ജാമ്യ ഹർജി തള്ളുന്നതിന് അതിൻ്റെ സാങ്കേതികമായ വിഷയങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വധശ്രമ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്, ആ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ആ നിലയ്ക്ക് ജാമ്യ ഹർജിയിൽ പൂർണ്ണമായും വിധി പറയുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ കൂടി അതിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതായാലും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ ഈ ഉയരുന്ന നേരത്തെ വലിയ രീതിയിൽ മന്ത്രിക്ക് അനുകൂലമായി വന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കുകയായിരുന്നു KSU നേതാക്കൾ ചെയ്തിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ആയുധം ഉപയോഗിച്ചു എന്ന FIR-ലെ പരാമർശങ്ങളുണ്ട്. ഏതോ ഒരു ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നതായിരുന്നു FIR-ലെ പരാമർശം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും ഈ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി ഈ പറയുന്ന വാദങ്ങളെ മുഖവിലേക്കെടുത്തു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. കാരണം മന്ത്രിയെ ആക്രമിച്ചു, മന്ത്രിക്ക് പരിക്കേറ്റത് ഈ പ്രതിഷേധത്തിനിടയിലാണ് എന്ന വാദം, പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി നിഖിൽ.